ഓന്റെ പെങ്ങനോട് പറഞ്ഞേനെ ചെറുത് എന്ത് പൊട്ടിട്ടുണ്ടാ അപ്പൊ ഞാന് ഒരു വീഡിയോയില് ഇൻട്രോ കൊടുക്കാറില്ല. അപ്പൊ ഇന്നത്തെ മേക്ക് ഓവർ എന്ന് പറഞ്ഞാല് എന്റെ ആങ്ങളുടെ വോക്കുള്ള മേക്ക് ഓവറാണ്. എങ്ങനെ കൊളവാക്കാം എന്നുള്ള ഒരു ഇൻട്രോയുമായിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയൊക്കെയാണ് മേക്കപ്പിന്റെ സ്റ്റെപ്സ് കാണാം. ചെല്ലോ ഞാൻ നിന്നെ കൊല്ലും അനക്ക് വേണ്ടത് കാസർത്തെ പെണ്ണുങ്ങിട്ട് പുട്ടി നോക്കുന്ന അങ്ങനത്തെ മേക്കപ്പ് അനക്ക് വേണ്ട. അനക്ക് വേണ്ടത് എന്റെ ഈ ലുക്ക് എന്റെ ഞാൻ കുറച്ച് ടാനൽ അടിച്ചിട്ടുണ്ട് ട്രിപ്പെല്ലാം പോയിട്ട് എന്റെ ഈ ലുക്കിൽ അനക്ക് സെറ്റ് ആവുന്ന എന്താ പറയണ്ട സെറ്റ് ആവുന്ന മേക്കപ്പ് അനക്ക് മതി. ഓക്കെ ഇപ്പൊ ഞാൻ സൗണ്ട് കേൾക്കും. അങ്ങനെ രാത്രി 10 മണിക്ക് വെക്കാണെങ്കിൽ 12 മണി വരെ വെക്കുന്നുണ്ട്. ഇതെന്നാ കയ്യണ്ടേ ഇത് ഞാൻ വെച്ചത് ഇത് 2-3 ഇരുത്തിനോണ്ട് വെച്ചത് ഞാൻ ഇത്ര ഫുൾ കൈണ്ടല്ല. അങ്ങനെ നമ്മ റെഡി ആകാൻ പോവാണ്. അപ്പൊ കൊളാക്കെങ്കിൽ നീ എന്നെ ഉത്തരവാദിത്തം എടുക്കണം. എന്നെ കൊളാക്കരുത്. എന്റെ ചക്കൻ എന്റെ ഉമ്മക്കന്നെ മനസ്സിലാണ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന മേക്കപ്പ്. ഓക്കെ എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് മേക്കപ്പ് ക്ലാസ് വെച്ചാലോന്ന്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന മേക്കപ്പ് ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം, ചിലപ്പോ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്യുന്ന മേക്കപ്പ് ഗ്ലാസ് സ്കിൻ മേക്കപ്പിനെ കുറിച്ചിട്ട് ഒരു ക്ലാസ് വെച്ചാലോന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് നല്ല അഫോർഡായിട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത്. ഓക്കെ, അതിന്റെ ഇടയിൽ മോളെ എനിക്ക് പണി തന്നതണ്ടാ ക്ലാസ് വെക്കണ്ടാന്ന്. ഞാൻ വെക്കും. ഈ മേക്കപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്റെ ക്ലാസ് വേണോ വേണ്ടേ എന്നുള്ളത് പറയണം കേട്ടോ. എന്തായാലും ഞാൻ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ചൊരു 30 പേർക്കുള്ള ക്ലാസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത്. വളരെ അഫേർഡായിട്ട് 10,000 അങ്ങനെ അതിൽ കൂടുതലൊന്നും വെച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ താഴെ വരുന്ന എമൗണ്ടിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ക്ലാസ്സും സർട്ടിഫിക്കേഷൻ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പ്, പിന്നെ പ്രൊഡക്റ്റ് നോളജ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് എത്രത്തോളം ഇതാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നോക്കാം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് അറിയിക്കാം. 30 ആളായാല് ഞാൻ വെക്കും തീർച്ചയായിട്ടും. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നമ്മളെ തലസ്ഥാനത്ത് നടുക്കന്നെ ഞാൻ വെക്കും. നിങ്ങൾക്ക് അഫേർഡ് റേറ്റ് തന്നെ വെക്കും. നിങ്ങൾക്കും ഒരു ബിഗിനേഴ്സ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് മാറാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഞാൻ തരുന്നുള്ളത്. അപ്പൊ നമുക്ക് മേക്കപ്പിലേക്ക് എന്തായാലും ഹലോ. അപ്പൊ ലെൻസ് വെക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ലെൻസ് വെക്കലല്ലേ? ഈ മൂലക്ക് നോക്കോട്ടാ. ഈ മൂലക്ക് അങ്ങോട്ട് നോക്കോ, അങ്ങോട്ട് നോക്കൂ. എന്റെ കൈ താലോട്ട് നോക്ക്, താലോട്ട് താലോട്ട് താഴോട്ട് താഴോട്ട് നോക്ക്, താഴോട്ട് മേലോട്ട്. യെസ്, ഓക്കെ അല്ലേ? തർക്കം പോലെ ഉണ്ട്. അത് വയ്യ സെറ്റ് ആക്കാം. നോക്കട്ടെ നോക്കട്ടെ, കണ്ണു തുറന്ന എക്സാക്ട് കളർ കണ്ണടിക്ക് പോയിട്ട് അങ്ങനെ കണ്ണുക്കൊന്ന് തർക്കുന്ന ഇപ്പുറത്തെ വെച്ചിട്ടേ സെറ്റ് ആക്കാം. ഓക്കെ, അടുത്ത ലെൻസ് ആ മൂലക്ക് നോക്കോ. ഇല്ല, അതെടുത്ത് ശരിയാക്കാം. ആ മൂലക്ക് നോക്കോ, ആ മൂലക്ക് ഇങ്ങോട്ട് നോക്കോ. താലോട്ട് 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 വയ്ക്കോ. ഈ സൈഡിലോട്ട് വയ്ക്കോ, ഈ സൈഡിലോട്ട് താലോട്ട് 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 താലോട്ടിനെ അതിന്റെ കൈ നോക്ക്. ഓക്കെ ഓക്കെ സെറ്റ്. നോക്കട്ടെ നോക്കട്ടെ. ഈ കണ്ണ് പ്രശ്നമില്ലല്ലോ? ഇല്ല, ഈ കണ്ണ് പ്രശ്നമില്ല. ഇതല്ല പ്രശ്നം. തർക്ക് തർക്ക് ഇത് അറിയുന്നില്ല. അതും അറിയില്ല. ഇപ്പൊ സംഭവം എടുത്ത കണ്ണുന്ന് പെണ്ടി എന്താ കണ്ണുന്ന് കരിപ്പിച്ചെന്ന് എല്ലാവർക്കും ഇങ്ങനെ അവൾക്ക് മാത്രമാ? നിക്ക് മാത്രല്ല എല്ലാവർക്കും. കണ്ണ് ഈ മൂലക്ക് നോക്കോ, ഈ മൂലക്ക് അങ്ങോട്ട് വയ്ക്കോ, താലോട്ട് വയ്ക്കോ. ഓക്കെ, ഇപ്പൊ സെറ്റ് അല്ലേ? നോക്കട്ടെ. നിക്ക് ഓക്കെ അല്ലേ? കണ്ണാടി ഇരിക്കു പോയിട്ട്. ഇനി എപ്പ കണ്ണാടി നോക്കാൻ പോയിട്ടല്ലോ. ചക്കനെ മനസ്സിലാവാണ്. കണ്ണ് നിന്റെ
കുറച്ച് ഹൈലൈറ്റ് ആയാൽ മാത്രം മാറിയില്ല കളർ. ഓക്കെ അല്ലേ? ചോദിച്ചില്ല അനുസരണമാണ്. റബ്ബർ ഉണ്ടെങ്കിൽ എടുത്ത് മുടിയിട്ടാണല്ലേ? ഓന്റെ പങ്ങനോട് പറഞ്ഞേനെ ചെറുത് എന്ത് പൊട്ടിട്ടുണ്ടാ